Yes, good afternoon. Good afternoon, sir. Yes. Okay, start ചെയ്താലോ? അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ച് സ്പീച്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റിന്റെയും സിമ്പിൾ പാസ്റ്റിന്റെയും സിമ്പിൾ ഫ്യൂച്ചറിന്റെയും ടെൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലോട്ടും, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് പെർഫെക്റ്റിലേക്കും, സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അതിനെ കണ്ടീഷണൽ ഫോമിലേക്കും, പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് കണ്ടിന്യൂസിലേക്കും മാറ്റണം. ഇതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിനകത്ത് പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെൻസിൽ നമ്മൾ പറഞ്ഞു. പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെൻസിൽ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ ചെയ്തു. വളരെ എളുപ്പമുള്ള ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നമ്മൾ ചെയ്തു. ഇനി അതിനകത്ത് കുറച്ചും കൂടി ആലോചിച്ച് ഒന്ന് രണ്ട് എക്സാമ്പിൾ കൂടി ചെയ്തിട്ട് നമുക്ക് അടുത്ത ടെൻസിലോട്ട് പോകും. ഓക്കെ, സെന്റൻസ് ഇതാണ്. ഇൻപുട്ട് കോമിൽ ആരംഭിക്കുക. I am sorry. I am sorry. SORRY. I am sorry, comma. I cannot join. I cannot join the march. 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 ഇവിടെ comma close ചെയ്യുക. Said Ali, ALI, Ali. Okay, ഇവിടെ നോക്കി. I am sorry. എന്നോട് ക്ഷമിക്കണം. I cannot join the march. എനിക്ക് ആ ജാഥയിൽ പങ്കെടുക്കാൻ കഴിയില്ല. ഓക്കെ, ഈ ഒരു സെന്റൻസിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് രണ്ട് ടെൻസ് കയറി വന്നിട്ടുണ്ട്, രണ്ടെണ്ണം വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ചെയ്ത് നോക്കുക. തെറ്റിക്കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്യാം. I am sorry, I cannot join the march. I am sorry, I cannot join the march. Said Ali. Said Ali. Yes. Yes, Lady. Chinnu Jose, Shiga.
I am sorry I couldn't join the march. Shiga. Bindu Najib. Yes, sir. In the answer on the birthday. Thank you. Ali said that he was sorry. Because he could join the match. Couldn't join the match. Because of the matter. Because of the matter. Because he couldn't join the march. Okay, he couldn't join the march. He was sorry, he couldn't join, J-O-I-N. He will not put down a bullet, can and put that. He couldn't join the march. When answer to him, he was sorry, he could not join march. Join the march. Okay. அடுத்தது inverted comma he is coming, C-O-M-I-N-G, coming, he is coming tomorrow, he is coming tomorrow, he is coming tomorrow, comma, mother, M-O-T-H-E-R, mother. ഇനി inverted comma close ചെയ്യും. അപ്പൊ അമ്മയെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത് he is coming tomorrow. അമ്മ നാളെ വരികയാകുന്നു. ബാക്കി എഴുതുക. said ഷീല, said, S-A-I-D, said ഷീല. സർ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയോ? ഓക്കെ. ഇൻവെർട്ടഡ് കോമയിൽ he is coming tomorrow. He is coming tomorrow. He is coming tomorrow. Comma, mother, M-O-T-H-E-R, mother. Inverted comma close here. Said Sheila, S-A-I-D, said Sheila. Yes. നമുക്ക് എഴുതാം. ഷീലയാണ് പറയുന്നത്. ഷീല അമ്മയോടാണ് പറയുന്നത്. അപ്പൊ ഷീല told mother that, ബാക്കിയായിരിക്കും. ഷീല told mother that Sheila told mother that. Okay, Bindu. Okay. ഷഹാന ING ചേർത്തിട്ടില്ല, വിട്ടുപോയി. ഓക്കെ.
Okay, Shahana. Yes. ഇനി ആരെങ്കിലും? ഓക്കെ, അപ്പൊ നമുക്ക് ആൻസറിലേക്ക് ഷിക. ഓക്കെ 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 ഓക്കെ, കറക്റ്റ്. നെക്സ്റ്റ് ഡേ, വെരി ഗുഡ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ചോദ്യത്തിൽ ഒന്നിലേക്ക് വീണ്ടും വരാം. ഷീല told the mother that he is coming അല്ലേ, അവൻ. അപ്പൊ നമുക്ക് പറയാം he was coming. tomorrow എന്നുള്ളത് the next day എന്നാണ്. tomorrow എന്നുള്ളത് the next day. ഓക്കെ 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 ഓക്കെ, ready. Next question. Why are you late? L-A-T-E, late. Why are you late? Why are you late എന്നുള്ളത് ഇൻവെർട്ടഡ് കോമയുടെ അകത്തുണ്ട്. Why are you late എന്നുള്ളത് ഇൻവെർട്ടഡ് കോമയുടെ അകത്തുണ്ട്. Why are you late? ബാലൻസ് ചെയ്ത് mother asked me. Mother asked me. Mother asked me. Okay. Why are you late? എന്തുകൊണ്ടാണ് നിങ്ങൾ താമസിച്ചത്? അമ്മ എന്നോട് ചോദിച്ചു. അപ്പൊ അമ്മ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഞാൻ താമസിച്ചത്. ഓക്കെ ഓക്കെ, ഷഹന തന്നെ എന്റെ ആൻസർ എഴുതിക്കോളൂ. നിങ്ങളുടെ ടൈപ്പ് ചെയ്തപ്പോ ചോദ്യമായി പോയില്ലേ? വൈ ആർ യു ലേറ്റ്? മദർ ആസ്ക്ഡ് മീ. അപ്പൊ മദർ ആസ്ക്ഡ് മീ വൈ ബാക്കിയായിരിക്കും. ഓക്കെ, അഭിഷേക്, വെരി ഗുഡ്. എങ്ങനെയാണ് യു പറഞ്ഞത് ബിന്ദുരാജീവ്? യെസ്, ആ യുവില് ചേഞ്ചസ് വരുന്നത്. നേരിട്ട് ചോദിക്കുമ്പോഴാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് താമസിച്ചത് ചോദിക്കുക. അയാളെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഞാൻ നൽകും. ഓക്കെ ഷഹാന. യെസ്, ഓക്കെ. ഇനി ആരെങ്കിലും? അപ്പൊ നമുക്കിവിടെ ചോദിക്കാം വൈ ആർ യു ലേറ്റ്? എന്തുകൊണ്ടാണ് നിങ്ങൾ താമസിച്ചത്? അമ്മ ചോദിച്ചു. മദർ ആസ്ക്ഡ് മീ വൈ ഐ വാസ് ലേറ്റ്. ആർ എന്നുള്ളത് ഈസ് ആം ആറാണെങ്കിൽ അത് വാസ് അല്ലെങ്കിൽ വേറെ ആയിട്ടും പറഞ്ഞു. വൈ ഐ വാസ് ലേറ്റ്. ഓക്കെ 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 ഓക്കെ. അടുത്തത് he said. He said. ഇൻവെർട്ടഡ് കോമ എഴുതുക. What a delightful D-E-L-A-G-H-T delightful performance. What a delightful performance. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യും.
Okay. He said, what a delightful performance. Yes, it will give. Yes. What a delightful performance. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ നോക്കി കഴിയുമ്പോൾ ചെറിയൊരു വേർഡിനകത്ത് അണ്ടർസ്റ്റുഡ് ആയിട്ട് നമ്മൾ വിചാരിക്കുക. അതായത് നോക്കി, ഹി സെറ്റ്, അവൻ ചോദിച്ചു, വാട്ട് എ ഡിലൈറ്റ്ഫുൾ പെർഫോമൻസ് ഇറ്റ് ഈസ്. അത് ഉണ്ട് അവിടെ, ഇറ്റ് ഈസ് ഉണ്ട്, അത് അണ്ടർസ്റ്റുഡ് ആണത്. ഇത് എന്തൊരു മനോഹരമായ പെർഫോമൻസ് ആണ്. വാട്ട് എ ഡിലൈറ്റ്ഫുൾ പെർഫോമൻസ് ഇറ്റ് ഈസ്. നമ്മൾ താങ്ക്സ് എന്ന് പറയുമ്പോൾ ഐ ഗിവ് യു താങ്ക്സ് എന്നാണ്. അതുപോലെ ഇറ്റ് ഈസ് അവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക, ഇത് എന്തൊരു മനോഹരമായ പെർഫോമൻസ് ആണ്. ആ ഇറ്റ് ഈസ് അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ വരും, he said that it was what അത് കളയാം നമുക്ക്. അത് അത്ഭുതത്തോട് കൂടി ചോദിക്കുന്നതാണ്. അത് മാറ്റിയിട്ട് നമുക്കവിടെ വെരി എന്നാക്കുക. It was very delightful performance. It was very delightful performance. It is understood ആണ്. ആ ഇറ്റ് ഈസ് ആണ് നമ്മൾ എടുക്കുന്നത്. It was a very delightful performance. It was very delightful performance. Yes. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനക്ക് അനുസരിച്ച് ചെയ്യാൻ വേണ്ടി ഒരെണ്ണം തരികയാണ്. വെൽക്കം സെന്റൻസ് ആണ്. വെൽക്കം, WELCOM, വെൽക്കം. വെൽക്കം എന്നുള്ളത് ഇൻവെർട്ടഡ് കോമയുടെ അകത്ത്, ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് വെൽക്കം. She said, welcome, she said. ഓക്കെ, എങ്ങനെ എഴുതും? നേരത്തെ പറഞ്ഞതുപോലെ ഒരു സംഗതിനകത്ത് അണ്ടർസ്റ്റുഡ് എന്ന് വിചാരിക്കുക. അവള് പറഞ്ഞു സ്വാഗതം. എഴുതിയെ തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. അവള് പറഞ്ഞു സ്വാഗതം. Welcome, she said. You are welcome. Okay. അപ്പൊ നമുക്ക് വേറെ രീതിയിൽ മാറ്റി ചിന്തിക്കാൻ പറ്റുന്ന രാജ്യം, ഈ വെൽക്കം എന്ന് പറയുന്നത് അവളാണ്. അപ്പൊ അവള് ഇവിടെ നിൽപ്പുണ്ടെന്ന് വിചാരിക്കും. അവൾ പറയുന്നത് ആരോടെങ്കിലും ഒരാളോടെങ്കിലും അത് പറയുന്നത്. അപ്പൊ അവിടെ ഒരാളോട് പറഞ്ഞു, നൗഷിദ യു ആർ ഇൻവൈറ്റഡ് എന്ന് എഴുതി. അപ്പൊ അത് എന്തായത് പാസീവ് വോയിസിന്റെ മോഡലായിരുന്നു. പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസിന്റെ. അഭിഷേക് എഴുതി ഷീ ടോൾഡ് ദാറ്റ് വി ആർ വെൽക്കംഡ്.
അതൊക്കെ നമുക്ക് ഒന്നുകൂടി ഇത് ചെറുതാക്കാം. അപ്പൊ അതിനകത്ത് ഒരു യു എന്ന് പറഞ്ഞൊരു സംഗതി അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. വെൽക്കം യു, വെൽക്കം യു, ഷീ സെഡ് വെൽക്കം യു. അപ്പൊ യു അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്താ ചെയ്യാം? അപ്പൊ എന്താ പറയും? യു എന്നുള്ളത് എന്തായിട്ട് മാറി ചെയ്യുക? യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് സെറ്റ് എന്നുള്ളത് കളയാം. ആ വെൽക്കം എന്ന് പറയുന്ന വേർഡ് നമുക്ക് വെർബായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ആ സെറ്റ് എന്നുള്ളതിന് പകരം ഓക്കെ, പക്ഷേ ചെറിയൊരു വ്യത്യാസം. ആ സെറ്റ് എന്ന് പറയുന്ന വേർഡ് നമുക്ക് മാറ്റിയിട്ട് പകരം നമുക്ക് ആ വെൽക്കംഡ് എഴുതാം. ഷീ വെൽക്കംഡ്, WELCOMED, പാസ്റ്റ് ടെൻസിൽ എഴുതി. സിമ്പിൾ പ്രസന്റ് അല്ലേ, വെൽക്കം പ്രസന്റ് ടെൻസ് അല്ലേ, അതിന്റെ പാസ്റ്റ് ടെൻസ്. ഷീ വെൽക്കംഡ് മീ എന്ന് വേണമെങ്കിൽ മീ എന്ന് എഴുതാം, അസ് വേണമെങ്കിൽ അസ് എന്ന് എഴുതാം, എന്തുവേണമെങ്കിലും എഴുതാം. ഓക്കെ 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 ഓക്കെ. അഞ്ജന, ഷീ വെൽക്കംഡ് മീ. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, ഷീ വെൽക്കംഡ് മീ. ഓക്കെ, അത് ആ വെൽക്കംഡ് എന്നുള്ള സെറ്റ് നമ്മൾ കളഞ്ഞിട്ട് ഇതാണ്. അതുപോലെ നിങ്ങൾ ആലോചിച്ച് ചെയ്യുക. ഒരു വാചകം ഞാൻ മാറ്റി പറയാം, നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് വിടുന്നതാണ്. ഗുഡ് ബൈ, GOODBYE, ഗുഡ് ബൈ, കോമ രാം, രാം, ഗുഡ് ബൈ, കോമ രാം. അത്രയും ഇൻവെർട്ടഡ് കോമഡ് അകത്തുണ്ട്, അത്രയും ഇൻവെർട്ടഡ് കോമഡ് അകത്തുണ്ട്. ഗുഡ് ബൈ, കോമ രാം, ഇൻവെർട്ടഡ് കോമഡ് അകത്ത്. ഷീ സെഡ്, ഷീ സെഡ്. ഓക്കെ, അപ്പൊ നോക്കി, അവൾ പറയുകയാണ്, രാമനെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, രാമ ഗുഡ് ബൈ. അപ്പോ അവൾ രാമനോട് ഗുഡ് ബൈ പറഞ്ഞു എന്നുള്ള രീതിയിൽ വല്ല. അപ്പൊ നേരത്തെ നമ്മൾ സെറ്റ് കളഞ്ഞിട്ട് അവിടെ വെൽക്കംഡ് പോലെ ആക്കിയ പോലെ ഒരു ഗുഡ് ബൈ ഒക്കെ പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുണ്ട്. ഗുഡ് ബൈ എല്ലാം പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്ക്. ഓക്കെ അഭിഷേക്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ആ സ്പെല്ലിംഗിൽ ചെറിയൊരു വ്യത്യാസം പറ്റിയാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, നോക്കി ആ വേർഡിലാണ് നമ്മളതിന്റെ, അതായത് ഗുഡ് ബൈ ഒക്കെ പറയുമ്പോൾ ബിഡ്, BID. അപ്പൊ കറക്റ്റ് അതാണ്. ഷീ ബിഡ് ഗുഡ് ബൈ, BID, ബിഡ് ഗുഡ് ബൈ ടു രാം. ഷീ ബിഡ് ഗുഡ് ബൈ, ബിഡ് എന്നുള്ള വാക്കാണ് ഗുഡ് ബൈ പറയുമ്പോൾ ഉപയോഗിക്കുന്നത്. ബിഡ് ഗുഡ് ബൈ ടു രാം. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് എഴുതുക, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യുക. ഐ സെറ്റ്, ഇവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കണം, ഐ സെറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. മുമ്പൊക്കെ അവിടെ ഷീ ആയിരിക്കും, ഹി ആയിരിക്കും, ദേ ആയിരിക്കും. ഇവിടെ ഐ സെറ്റ്, ഞാൻ പറയുകയാണ് എന്ത്, ഹാപ്പി ക്രിസ്മസ്. എന്നിട്ട് ഈ ഞാൻ ചെന്ന് വേറെ ആളോട് പറയുകയാണ്, ഞാൻ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞു. ഓക്കെ,
നിങ്ങളുടെ ഭാവന അനുസരിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ കുറിച്ച് പറയാത്തത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം. ഹാപ്പി ക്രിസ്മസ് ഐസക്. ഓക്കെ. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ഓണം, ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വിഷിംഗ് ആണ്, ഒരു ആശംസയാണ്. അപ്പൊ നമുക്ക് ഉപയോഗിക്കാവുന്ന വാക്ക് വിഷ്ഡ് എന്ന് ഉപയോഗിക്കാം. വിഷ്ഡ് അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. വിഷ്ഡ്. ഓക്കെ. ഈ വാക്യം നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും. നോക്കി, വാക്യം നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റൂ? അഭിഷേക് ജയൻ. അനുഷേക് കണ്ടു. ഓക്കെ 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 ഓക്കെ. ചെറിയൊരു വ്യത്യാസം നമ്മൾ ചിന്തിക്കും, മനസ്സിൽ വിചാരിക്കും. ഞാൻ പറയുക, ഞാനിപ്പോ പറയുന്നത് ഒന്നില്ലെങ്കിൽ അവനോടായിരിക്കും അല്ലെങ്കിൽ അവളോടായിരിക്കും. എന്താ പറയുന്നത്? ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞു. അപ്പോ അത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് വേറെ ആളോട് പറയാണ്. അപ്പൊ ഞാൻ എന്ത് പറയും? ഞാൻ അവനോട് അല്ലെങ്കിൽ അവളോട് ഹാപ്പി ക്രിസ്മസ് ആശംസിച്ചു. ഓക്കെ. ആ രീതിയിൽ ഒന്ന് ചിന്തിച്ചേ. ഓക്കെ. അപ്പൊ നമുക്ക് പറയാം, ഐ സെഡ്. ഐ സെഡ് എന്നുള്ള ഐ വിഷ്ഡ് എന്നാക്കാം. ഐ വിഷ്ഡ്, WISHD, ഐ വിഷ്ഡ്. ഒന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് അവനോടായിരിക്കാം അല്ലെങ്കിൽ അവളോടായിരിക്കാം. അപ്പൊ ഒന്നിലേക്ക് നമ്മൾ ഹേർന്ന് കൊടുക്കുക അല്ലെങ്കിൽ ഹിന്ന് കൊടുക്കുക. ആ ഓക്കെ ഓക്കെ. ഷഹാൻ, ആ ഹെയർ അവിടുന്ന് മാറ്റി ഇപ്പുറത്തോട്ട് ഇട്ടാൽ മതി. ഐ വിഷ്ഡ് ഹെയർ അല്ലെങ്കിൽ ഐ വിഷ്ഡ് ഹിം ഹാപ്പി ക്രിസ്മസ്. കറക്റ്റായി. ഐ വിഷ്ഡ് ഹെർ ഓർ ഐ വിഷ്ഡ് ഹിം ഹാപ്പി ക്രിസ്മസ്. അപ്പൊ വിഷ്ഡ് എഴുതിയാൽ നമ്മളോട്. ഇനി സെയിം മോഡലുള്ള വേറെ സാധനം പറയാം. നിങ്ങൾ ആരും ചെയ്യുക. ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക കൺഗ്രാജുലേഷൻസ്. 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 ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യാം. ഷീ സെറ്റ്. ഷീ സെറ്റ്. നേരത്തെ വെൽക്കം എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയില്ലേ? ആ രീതിയിലൊന്ന് ആലോചിക്കുക കേട്ടോ. നേരത്തെ വെൽക്കം എന്ന് പറയുന്ന സംഗതി എഴുതിയ രീതിയിലൊന്ന് ആലോചിക്കുക. കൺഗ്രാജുലേഷൻസ്. ഷീ സെറ്റ്. യെസ്, ആർക്കെങ്കിലും? ആ ഓക്കെ. ഷാദാന, ആ 4 കളഞ്ഞു. ബാക്കി കറക്റ്റ് ആയിപ്പോ. 4 വേണ്ട.
കൺഗ്രാജുലേഷൻ എന്ന് ആരെങ്കിലും ഒരാളോടല്ലേ പറയുക. അപ്പോൾ ഒരാളുണ്ട് അവിടെ, ആരോ ഒരാളോട് പറഞ്ഞാൽ നിങ്ങളാണ്. ഐ കൺഗ്രാജുലേറ്റ് യു എന്നുള്ളതാണ് നമ്മൾ അത്രയും ഷോർട്ടായിട്ട് കൺഗ്രാജുലേഷൻ എന്ന് പറയാം. അപ്പൊ ആ കൺഗ്രാജുലേഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ ആരോടാണ് നമ്മൾ പറയുന്നത്? അയാളുടെ കയ്യിൽ പിടിച്ച് ഷെയ്ക്ക് ചെയ്തിട്ടായിരിക്കും പറയാ. അപ്പൊ അവിടെ യു എന്ന് പറയുന്ന സാധനം അവിടെ കിടപ്പുണ്ട്, ഒരു അണ്ടർസ്റ്റുഡ് ആയ സംഗതികൾ കിടപ്പുണ്ട്. കൺഗ്രാജുലേറ്റ് യു എന്നാണ്, അല്ലെങ്കിൽ ഐ ആം കൺഗ്രാജുലേറ്റിംഗ് യു. അപ്പൊ യു അവിടെ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പൊ ഇതുവരെ യു എന്നുള്ളത് കൂടെ വരുമ്പോൾ എന്താക്കുക? ഒന്നില്ലെങ്കിൽ മീ ആവാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അത് അസ് ആവാം. അപ്പൊ എന്ത് വരും? ഷീ, പിന്നെ സെറ്റ് വേണ്ട. കൺഗ്രാജുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറുപ്പാക്കി നമുക്ക് എടുക്കാം. ഷീ കൺഗ്രാജുലേറ്റഡ് മീ, അല്ലെങ്കിൽ ഷീ കൺഗ്രാജുലേറ്റഡ് അസ്. ഓക്കെ 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 അപ്പൊ ഇത് ഞാൻ വളരെ എളുപ്പമുള്ളതൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെയുള്ള വാചകങ്ങളിൽ നിന്ന് ശ്രദ്ധപ്പെടുത്തിയത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു കാര്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പൊ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് റിവൈൻഡ് ചെയ്യാണ്. റിവൈൻഡ് ചെയ്യുന്നത് ഇതാണ്. നമ്മൾ പറഞ്ഞത് റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ചാണ് പറഞ്ഞത്. രണ്ടുപേര് തമ്മിലുള്ള സംഭാഷണം, അത് മൂന്നാമതൊരാളോട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പറയേണ്ടത്, ഇതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ടെൻസിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഓക്കെ, അടുത്ത ഒരു ടെൻസിലേക്ക് മടങ്ങി വരുന്നതിന് മുമ്പ് ഒരു കാര്യം. യെസ്, അത് ആരെ വിളിക്കാം? ഷഹാന. യെസ് സർ. ഓക്കെ, ഷഹാന ഒരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു വിചാരിക്കുക. സപ്പോസ് ദാറ്റ് യു ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ മീറ്റിംഗ്. ആ മീറ്റിംഗിൽ അധ്യക്ഷനുണ്ട്, ഉദ്ഘാടകനുണ്ട്, ഒന്ന് രണ്ട് ആശംസാ പ്രാസംഗികരുണ്ട്. അപ്പൊ ഉദ്ഘാടകനായിട്ട് വന്നിരിക്കുന്നത് മമ്മൂട്ടിയാണ് എന്ന് സങ്കല്പിക്കുക. ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ഇനാഗുറേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്, ഇനാഗുറേഷൻ ഉദ്ഘാടനം വന്നിരിക്കുന്നത് മമ്മൂട്ടിയാണ്. അപ്പോ ഷഹാനയാണ് സ്വാഗത പ്രസംഗം പറയുന്നത്. അപ്പൊ ആദ്യം ആൾക്ക് വേണ്ടി അധ്യക്ഷന് പറഞ്ഞു, മറ്റുള്ളവരൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അധ്യക്ഷനെ സ്വാഗതം ചെയ്തു. ഈ അടുത്തത് മമ്മൂട്ടിയെ കുറിച്ച് 2-3 സെന്റൻസ് പറഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ. യെസ്, അപ്പൊ ഷഹാനയാണ് അവിടുന്ന് ഓരോരുത്തരെ ആലോചിച്ച് വെച്ചോണ്ടോ. ഷഹാനയാണ് സ്റ്റേജിൽ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ ഓക്കെ സർ. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം. നെക്സ്റ്റ് ഐ വെൽക്കം ഓക്കെ, ഇഷ്ടമുള്ള വാക്ക് ഉപയോഗിക്കാം. മെഗാസ്റ്റാർ മമ്മൂട്ടി. മെഗാസ്റ്റാർ മമ്മൂട്ടി. അപ്പൊ ഒരു പക്ഷെ അങ്ങനെ മെഗാസ്റ്റാർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു പക്ഷെ സഹാരുടെ മനസ്സിലേക്ക് മമ്മൂട്ടി അഭിനയിച്ച ഏതെങ്കിലും ഒരു സിനിമ കയറി വന്നു. ആ സിനിമ കയറി വന്നപ്പോ ആ സിനിമയിലെ കഥാപാത്രത്തെ കുറിച്ച് വേണമെങ്കിൽ പറയാം. ഞാൻ ഓർക്കുന്നത് മമ്മൂട്ടി അഭിനയിച്ചില്ല സിനിമയിലെ കഥാപാത്രത്തെ കുറിച്ചാണ്. അതെന്നെ വളരെയധികം. അപ്പൊ മമ്മൂട്ടി വേദി എഴുതിക്കൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഒന്നു സമയം വേണോ ഷഹന? യെസ്, ഒന്ന് ഓക്കെ, ആലോചിച്ചു. ശിഖക്കാണെങ്കിൽ സമയം വേണ്ടല്ലോ. ടൈം വേണം. ടൈം വേണം. ഓക്കെ, ബിന്ദു രാജീവിനാണെങ്കിൽ സമയം ഒട്ടും വേണ്ടല്ലോ. എനിക്കും സമയം വേണം, 5 മിനിറ്റെങ്കിലും. യെസ്, 5 മിനിറ്റ് തേക്കുന്നത്. അഭിഷേക് ചെയ്യേ. അഭിഷേക് ഓക്കെ, 5 മിനിറ്റ് തന്നിരിക്കുന്നത്. അപ്പൊ അഭിഷേകിന് 5 മിനിറ്റ് കൊടുത്തിട്ടുണ്ട്, ഷഹാനക്ക് 5 മിനിറ്റ് കൊടുത്തിട്ടുണ്ട്, ഷീഖക്ക് 5 മിനിറ്റ് കൊടുത്തിട്ടുണ്ട്, ബിന്ദു രാജീവിന് 5 മിനിറ്റ് കൊടുത്തിട്ടുണ്ട്. ചിന്നു ജോസ്? എനിക്കും കുറച്ച് സമയം വേണം. കുറച്ചല്ല, 5 മിനിറ്റ്. ഓക്കെ
ഓക്കെ 5 മിനിറ്റ് തന്നിട്ടുണ്ട്. യെസ്, ഹൈന അൽത്താഫ്. മമ്മൂട്ടി എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി മോഹൻലാൽ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ 2-3 വാക്ക് ഇംഗ്ലീഷ് പറയുക എന്നുള്ളത് മാത്രമേ എനിക്ക് ലക്ഷ്യമുള്ളൂ. അതിപ്പോ മമ്മൂട്ടി മാറി മോഹൻലാൽ ആയാലും ഞാൻ അക്സെപ്റ്റബിൾ ആണ്. ഹൈന അൽത്താഫ്. നസീമ. അഞ്ജന. എനിക്ക് 5 മിനിറ്റ്. ഓക്കെ, അഞ്ജനക്കും വേണം 5 മിനിറ്റ്. ഓക്കെ 5 മിനിറ്റ് ആലോചിച്ചു. മമ്മൂട്ടിയോ മോഹൻലാലോ നമുക്ക് ഫിലിം സ്റ്റാർ. അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ള വാക്കുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടും അവര് കണ്ടിട്ടുള്ള സിനിമകൾ ഉണ്ടാകും, അതുകൂടി ഉള്ളത് കൊണ്ടാണ് ഞാൻ പേര് പറഞ്ഞത്. ഓക്കെ, ഈ ക്ലാസ്സിലാണോ നമുക്ക് ഒരു ദിവസം മാധവിക്കുട്ടിയെ കുറിച്ച് ഒരു ബുക്കിനെ കുറിച്ച് പറയാൻ പറഞ്ഞത്? മാധവിക്കുട്ടിയെ കുറിച്ച് പറഞ്ഞത് എ ബുക്ക് ദാറ്റ് യു ഹാവ് റെഡ് അല്ലേ? ഈ ക്ലാസ്സിലല്ല അല്ലേ? യെസ്. ഓക്കെ. മുബീന. യെസ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഭാവനൊക്കെ സെർച്ച് വിടുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമ, ഞാൻ എന്റെ ഐഡിയ ആയിട്ട് പറയുന്നത്, ഇതൊന്നും നിങ്ങൾ എടുക്കണമെന്നൊന്നുമില്ല, ഞാനൊരു തോട്ട് ഇട്ട് തരുന്നു നിങ്ങളുടെ മുന്നിലേക്ക്. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമ ഒരു വടക്കൻ വീരഗാഥയാണ്. പക്ഷെ ആ വടക്കൻ വീരഗാഥ സിനിമയിലെ ആ ചന്തു എന്ന് പറയുന്ന കഥാപാത്രത്തെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അതോടെ പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട തനിയാവർത്തനം എന്ന് പറയുന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ അഭിനയമാണ്. ആ സ്റ്റോറി എന്നിന്റെ പോലെയുള്ളതാണ്. അല്ലെങ്കിൽ വേഷം എന്ന് പറയുന്ന സിനിമയിലെ അഭിനയമാണ്. പിന്നെ എനിക്ക് ഒരുപക്ഷെ അറിയാവുന്നത്, ഇദ്ദേഹം ഒരുപാട് ചാരിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെല്ലാവരും അറിയിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. അത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ അത് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. A lot of things that you can share. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ടാവും. ഓക്കെ, ആലോചിച്ചോളൂ. ഷഹന. ഓക്കെ ആയില്ലേ? ഇല്ല സർ. ഓക്കെ ആയിട്ടില്ല. നൈസി ജോർജ്. ഇപ്പൊ നിങ്ങളത് ചെയ്യുമ്പോൾ വളരെ ഹ്രസ്വമായ സമയത്തിനുള്ളിൽ നിങ്ങൾ ഏത് റേഞ്ചിൽ എത്തുന്നുള്ളത് നമുക്ക് മനസ്സിലാവും. മറ്റേതാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് ഒരുപാട് ചിന്തിച്ച് അത് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ നമുക്ക് എനിക്ക് സമയം കിട്ടും ഒരുപാട്. ഇതങ്ങനെയല്ല. ഇതിപ്പോ നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മളൊരു സാധനം റെഡിയാക്കുന്നത് അപ്പൊ വരുന്ന വിരുന്നുകാർക്ക് വേണ്ടിയിട്ട് വീട്ടിൽ അപ്പം ഉള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് ചെറിയൊരു സാധനം കൈ കൊടുക്കില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള സാധനം വെക്കുകയാണ് നമ്മൾ. നമ്മുടെ കയ്യിൽ എന്താണ് ഉള്ളത് ആ സ്റ്റോക്കിൽ വെച്ചിട്ട് നമ്മളൊന്ന് തകർക്കുകയാണ്. യെസ്. അപ്പൊ ഇതിനകത്ത് ആരുടെയാണ് ആദ്യം കഴിഞ്ഞത് അവർക്ക് പറയട്ടെ. ഐ ആം റെഡി എന്ന് പറഞ്ഞ് വരാം. മിസ് മുബീന അബ്ദുൾ റഹ്മാൻ. മിണ്ടാതിരിക്കട്ടോ. യെസ്. ഹൈന അൽത്താഫ്. പണി കിട്ടണ്ട എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുള്ളൂ അല്ലെ? അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. ഇത് തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ഞാനിങ്ങനെയൊക്കെ പറയും. എനിക്കിങ്ങനെയൊക്കെ പറയാനായിട്ട് ഒരു വേദി കിട്ടിയതാണ്. അപ്പൊ ഞാനത് പറയും. നമ്മളിവിടെ ആകെ 11 പേരുള്ളൂ. 11 പേരെ കേൾക്കണേ. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതേപോലെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പറയാൻ പറ്റും.
ഇല്ല. അപ്പൊ പറയാൻ ചിലപ്പോ അവസരം ഉണ്ടായിരുന്നവരുണ്ട്. അപ്പോ അത് അങ്ങോട്ടേക്കുള്ള ഒരു പ്രാക്ടീസ് പോലെ എടുത്ത് വെച്ചാൽ മതി. ഓക്കെ, നമ്മളത് പറയുന്നു. യെസ്. ചിന്നുവിന്റെ കഴിഞ്ഞ കാണും അല്ലേ പ്രിപ്പറേഷൻ? ഇല്ല സാർ, ഇല്ല. യെസ്, ഓക്കെ ഓക്കെ. പിന്നെ അത് സംഭവിക്കാൻ പോണെന്നല്ലേ? കുറച്ച് കഴിഞ്ഞു. ഓക്കെ ഓക്കെ. 5 ആരംഭിച്ചു. അപ്പൊ ആദ്യം പറയുന്ന ആൾക്ക് ഒരുപാട് മെച്ചങ്ങളുണ്ട്, അതെ. അപ്പൊ ഞാൻ പറയാൻ വിചാരിച്ചത് പോയിന്റൊക്കെ എനിക്കത് പറയാൻ പറ്റും, അല്ലെങ്കിൽ അത് പറ്റും. അയ്യോ, ഞാൻ വിചാരിച്ചെന്നാണ് അവള് പറഞ്ഞത്, ഇനിയും വേണം ചോദിച്ചു പഠിക്കണ്ട. അപ്പൊ അഞ്ജന ആരംഭിച്ചു. അഞ്ജന. I like to say about Mohanlal. യെസ്. ഓക്കെ, മോഹൻലാൽ. ഓക്കെ, വെരി ഗുഡ്. Actually, I like to introduce him as Lieutenant Colonel Mohanlal, the Honorable Mohanlal. And he's the king of Malayalam industry. Yes. And also the hero of Indian industry too, film industry too. Yes. And I think a lot of famous actors like Shah Rukh Khan and other types of famous actors are also the fan of Mohanlal. Yes. And I think a lot of characters are there for us to know about Mohanlal. His acting is very much, not only it's an acting, it's also like a living hero actor. Yes. And I think in a rich or poor or other types of any types of acting is okay for Honorable Mohanlal. Yes. I don't know how to explain him in all films. There is lots of films there for him. Jilla in Tamil with Vijay Talabadi, with Vijay Jilla film, and Manichitra Thazha with Shobana ma'am. 2020 with lots of Mollywood actors. Rasatandram as a he acts as a poor carpenter, and in Aram Tamburan as a great warrior. Actually, he's a great actor, and he's born in Pathanamthitta, Ilanthur. Not only an actor, also a producer, a playback singer, and a film distributor too. Yes. I like his singing very much. ഓക്കെ, അഞ്ജനയുടെ കയ്യില് കുറച്ച് വൊക്കാബുലറി കയ്യിലുണ്ട്. ഓക്കെ ഓക്കെ. കാരണം ഈ ചുരുങ്ങിയ സമയത്തിനുള്ള അത്രയും വാക്കുകളിലൂടെ അഞ്ജന കടന്നുപോയി. ഓക്കെ അഞ്ജന, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നമ്മുടെ കയ്യിൽ കുറച്ച് വൊക്കാബുലറി ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഷഹാന. യെസ്. ഷഹാന, ഇനി നമുക്ക് 13 മിനിറ്റോളൂ അങ്ങനെ. യെസ്. രണ്ട് സെന്റൻസ് പറയാ സർ. എന്തോ? 2 സെന്റൻസ് പറയാം. 2 ഓക്കെ, പറഞ്ഞോളൂ. അഞ്ജന പറഞ്ഞ അത്രയും പറഞ്ഞില്ലെങ്കിലും അതൊന്നും കുഴപ്പമൊന്നുമില്ല. ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. അതൊന്നും പ്രശ്നമൊന്നുമില്ല. അഞ്ജന പറഞ്ഞ അത്രയും നിർബന്ധമൊന്നുമില്ല. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. Now I would like to invite on stage our mega superstar Mammootty. Yes. He is a wonderful actor in Malayalam industry. Yes. He's looking some more handsome in every films. Yes. He's acting different languages. Yes. My favorite
film Valiyatan. Yes. It's a very emotional movie. Yes. That's it. That's it. Okay, okay, okay. ഇത്രയും പറഞ്ഞില്ല, അത് മതി. ഓക്കെ ഓക്കെ. വലിയ ഫിലിം ഡയറക്ട് ചെയ്തതാണ്? അതെനിക്കറിയില്ല. ഓക്കെ 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 ഓക്കെ. അതും ഒരു സിനിമ തന്നെയായിരിക്കും. ഓക്കെ 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 ഓക്കെ. കാണാറില്ല. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ശരി. ഷഹാന, വെരി ഗുഡ് വെരി ഗുഡ്. അത്രയും പറഞ്ഞില്ലേ? Thanks. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഇനി ശിഖ. സർ കുറച്ച് പറഞ്ഞാ പോരെ? മതി, നമുക്കുള്ളത് പോലെ പറയാതെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്റേതായ ഭാഷയിൽ പറയുന്നതാണ്. മതി, നോ പ്രോബ്ലം. Good morning, everyone. Oh yes. Today we conduct a program in our school auditorium. Yes. I am very proud to announce that the best actor in our film industry will inaugurate the function. Yeah, oh, very good, very good. His name is Mammootty. Yeah. We know that he acted so many films in our film industry. Oh yes. I like his movies a lot. Yes. One of my favorite movie of Mammootty is Katha Parayumbol. Yes. Mammootty acted a character named Ashok Raj in that movie. Yes. The film said an relationship, friendship. The film said about an emotional bond between the friendship. With the Balan. Yes, the character named Srinivasan acted a character named Balan. Yes. I like the movie a lot. Yes. Mammootty is a young Mammootty follow a young life. പറഞ്ഞോളൂ, കറക്റ്റ് ആണ്, പറഞ്ഞോളൂ. He now he look like a young man. Yes. I am cordially invite Mammootty to inaugurate the function. ഓക്കെ, എനിക്ക് പറയാ, ആ സിനിമയുടെ ലാസ്റ്റ് ക്ലൈമാക്സിനുള്ളൊരു പെർഫോമൻസ് ഇല്ലേ, സ്പീച്ച് ഡെലിവേർഡ് ബൈ മമ്മൂട്ടി. Yes, I like this speech a lot. Ashok Raj tell about her old childhood friend Balan. Yes. And he share childhood memories with him. Yes. That I like the movie very much. Okay, okay, okay. ഇനി വെയിറ്റ് ചെയ്തോളൂ. I cordially invite Mammootty to inaugurate the function. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരി, വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. സംഭവം പറഞ്ഞു, ആ ക്യാരക്ടർ പറഞ്ഞു, ആ ക്യാരക്ടറിന്റെ ഇമോഷണൽ കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ ഓക്കെ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് വർക്കും കറക്റ്റായി. ക്ഷണിച്ചു, ഇൻവൈറ്റ് ചെയ്തു, അങ്ങനെ അവസാനിപ്പിച്ചു. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അഭിഷേക് ജയൻ. അഭിഷേക് ജയൻ. ഹലോ. പറഞ്ഞോളൂ അഭിഷേക്. Ladies and gentlemen. Yes, very good. ശബ്ദത്തിൽ പറയും. ഓക്കെ. It is with great pride and immense joy that we welcome one of the finest actor the Indian film industry has ever known, a true icon of Malayalam cinema. His name has become ട്രൂ ഐക്കൺ, അത് നല്ല വാക്കാണല്ലോ. ഓക്കെ ഓക്കെ. യെസ്. His name has become synonymous with versatility, depth, and unmatched brilliance in acting. Oh, very good. Yes.
from his debut in 1970s to becoming a towering figure in global cinema. Yes. Uh, his performance, powerful presence and performance, his dedication of his heart and his unwavering passion for storytelling how made him a legend, the living legend. Yes. He has not only conquered the screen but also touched our heart with his grace, humility, Yes. and commitment to various causes. Yes. And I welcome the legend Mammootty to inaugurate the program. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അഭിഷേക്, വെരി ഗുഡ്. നല്ല ഇംഗ്ലീഷ് ആയിരുന്നു, വെരി ഗുഡ്. ഗുഡ് ആക്സെന്റ് ആയിരുന്നു. കുറച്ചുകൂടി ഇൻട്രൊഡക്ഷനും അതിന്റെ കാര്യങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. Thank you. ബിന്ദു രാജീവ്. Yes, sir. ആ പറഞ്ഞോളൂ ബിന്ദു രാജീവ്. ഐ എക്സ്പെക്ട് മോർ ഫ്രം യു. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, എന്നാൽ ശ്രമിക്കാം. ഓക്കെ. Okay. Good morning, friends. I heartily welcome Mr. Mammootty, sir. I am a huge fan of you. Yes. We are very lucky because you decided to spend your precious time with us. Yes. I watched a lot of movies. One of my favorite movies is Amaram. That is based on emotional feelings between father and daughter. Yes. Father, you Okay. you sorry. Your performance was very good in that film. Yes. I cordially invited you, Mammootty sir, for inaugurating this You to inaugurate the function. Okay. Okay, okay, okay. Very good, very good. Bindhu Raji, Thank you, very sir. very good, very good. Okay, 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 okay. Chinu? സർ ഞാൻ പറഞ്ഞു നോക്കാൻ എനിക്ക് അത്ര അറിയത്തില്ല. മതി, നോ പ്രോബ്ലം. ഞങ്ങളൊക്കെ അല്ലേ ഉള്ളൂ, നമ്മളാകെ 9 പേരുള്ളൂ. സപ്പോർട്ട്. ഓക്കെ, പറഞ്ഞോളൂ. First of all, thank you for this opportunity to invite the great actor Mammootty in this program, in this function. Very good, very good. Before invite him, I would like to say few things about him. Mammootty has surprised us by acting many different types of characters in movies. We can see the different types of characters like in emotional, humor, etc. Yes. Similarly, now he looked like a young man till the age of 72. I think 72. In several movies, എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. അത് കുഴപ്പമില്ല, പറഞ്ഞോളൂ. ടെൻഷൻ അടിക്കണ്ട, പറഞ്ഞോളൂ. പറഞ്ഞോളൂ, കറക്റ്റ് ആണ്, അപ്പൊ ഇനിയായിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. My favorite movie of Mammootty is one of my favorite movie of Mammootty is Loudspeaker. Yes. Because he acted in the humor character. Mike, അല്ലേ? Mike. His character name is Mike. Yes. It's an entertainment movie.
Also, I like the movie Valsalyam. Yes. We can see the emotional emotional of Yes. Emotional bond between കഥാപാത്രത്തിന്റെ പേരൊക്കെ പറയാം. Okay. Brother and sister. I don't remember the character name. Yes. മനസ്സിലോട്ടത് പറഞ്ഞോളൂ. ഇനി നമുക്ക് inauguration Mammootty is not only a actor. Mammootty is also- a good human. Yes. എനിക്ക് അത്ര കിട്ടുന്നുള്ളൂ സാർ, സോറി. ക്ഷണിച്ചോ. I invite Mamuka to inaugurate the Inaugurate the function. Okay. അല്ല, ഇത്രയും പറഞ്ഞില്ലേ? അപ്പൊ ഇത്രയും പറയാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം ചിന്നിയുടെ മനസ്സിലോട്ട് വന്നില്ലേ? ഇത്രയും ഞാൻ പറഞ്ഞില്ലേ? ഓക്കെ. ഇനി ഒരാളും കൂടി ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ കാണാനില്ല. നസീം ഉണ്ടായില്ലേ? യെസ്. അപ്പൊ നസീമ പോയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓക്കെ, നിങ്ങളുടെ പെർഫോമൻസ് വളരെ മനോഹരമായിരുന്നു. വീണ്ടും നമുക്ക് വേറെ ചെറിയ ആക്ടിവിറ്റിയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ ഓക്കെ, ബൈ. Thank you, sir. ഓക്കെ. Thank you, sir.